ഹായ് ഗായ്സ്, വെൽക്കം ടു എജു ഗ്ലോ. അപ്പോൾ നമ്മൾ കുറേ ആൾക്കാരായി ചോദിക്കുന്നത് 283 ആണ് ഇൻഡെക്സ് സ്കോർ, 268 ആണ്, 293 ആണ്, ഇന്ന സ്കോറിൽ ഏത് കോളേജിൽ കിട്ടുമോ, ഇരുന്നിട്ട് കാര്യമുണ്ടോ? അപ്പോൾ അതൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മൾ 2025 ഏതൊക്കെ കുട്ടികൾ ഏതൊക്കെ കോഴ്സിന് കയറിയിരിക്കണം നമുക്ക് ഏകദേശം നോക്കാം. ലാസ്റ്റ് കയറിയ കുട്ടികളുടെ അതൊക്കെ കണ്ടാൽ നമുക്ക് ഏകദേശം ഊഹിക്കാം നമുക്ക് നെക്സ്റ്റ് ഇയർ കിട്ടുമോ കിട്ടൂലേ. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ BSc നഴ്സിങ്ങിൻ്റെയാണ് നമ്മളിന്ന് നോക്കുന്നത്. ഇനി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കോഴ്സസിൻ്റെ സജഷൻസ് ഉണ്ടെങ്കിൽ പറയുക, അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ്. ഞാൻ മുന്നേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ ഞാൻ കുറച്ച് കോളേജസേ പറയുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതിൽ ഫുൾ കോളേജിൻ്റെ ഡീറ്റെയിൽസ് പറയാച്ചിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ നോക്കുകയാണെങ്കിൽ അൽഫോൺസ കോളേജ്, ഇത്രയും കോളേജസ് ഉണ്ട്. അൽഫോൺസ ഞാൻ വായിക്കാൻ നിൽക്കുന്നില്ല, വീഡിയോ ലെങ്തി ആക്കുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ടൈം പ്രഷ്യസ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇത്രയും കോളേജസാണ്, നിങ്ങൾ തന്നെ വായിക്കുക, പോസ് ചെയ്ത് നോക്കിയാൽ മതി. ഇത് ഇത്രയും കോളേജസ് ഉണ്ട്. ഓക്കെ, അത് ഞാൻ ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് അൽഫോൺസ കോളേജ് ഓഫ് നഴ്സിംഗ് മുരിക്കശ്ശേരി അല്ലെങ്കിൽ ഇടുക്കിയിലുള്ള കോളേജിൻ്റെ ഡീറ്റെയിൽസ് ആണ് നോക്കുന്നത്. അപ്പോൾ അതിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് കാണാം. സ്റ്റേറ്റ് മെറിറ്റ് ഇതിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഇൻഡെക്സ് മാർക്ക് നോക്കുക, റാങ്ക് നോക്കുക. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റ് മെറിറ്റിൽ ഫസ്റ്റ് കയറിയിരിക്കുന്നത് 285 ആണ്. അപ്പോൾ ഇതിൽ ഏകദേശം ഒരു 290 അല്ലെങ്കിൽ 286 287 ഒക്കെ ഇൻഡെക്സ് സ്കോറിലൊരു ഇത് ഏകദേശം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. കാരണം ഈ മുരിക്കശ്ശേരി ഇടുക്കി കോളേജിൽ ഫസ്റ്റ് കയറിയ കുട്ടിയുടെ സ്കോർ എന്ന് പറയുന്നത് 285 ആണ്. പിന്നെ നമ്മൾ ഇൻഡെക്സ് സ്കോർ നോക്കിയിട്ട് കാര്യമില്ല, ഓരോ ഇയറിൽ എത്ര അപ്ലിക്കൻസ് ഉണ്ടോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ കേരള. അതുകൊണ്ട് തന്നെ റാങ്ക് ലിസ്റ്റ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 7230 ആണ് ഇവിടെ സ്റ്റേറ്റ് മെറിറ്റിൽ ഫസ്റ്റ് കയറിയിരിക്കുന്നത്. അപ്പോൾ നോക്കുക, 277 കയറിയിരിക്കണം. ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഇത് കണ്ടാൽ തന്നെ പ്രെഡിക്റ്റ് ചെയ്യാം നിങ്ങളുടെ ഇപ്പോൾ ഇൻഡെക്സ് സ്കോർ 282 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട് കയറുള്ളൂ, പക്ഷേ നിങ്ങൾക്ക് ഈ കോളേജ് കൊടുത്താൽ നിങ്ങൾക്ക് എന്തായാലും കിട്ടും. പക്ഷേ നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ റാങ്ക് ലിസ്റ്റ് വന്നാൽ നമുക്ക് ഏകദേശം കറക്റ്റ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇത് കഴിഞ്ഞ കൊല്ലം കയറിയത് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ വരുത്താൻ വേണ്ടിയിട്ടാണ്. ദ സ്റ്റേറ്റ് മെറിറ്റ് ഇത്രയും കയറിയിട്ടുണ്ട്. സ്റ്റേറ്റ് മെറിറ്റ് ലാസ്റ്റ് കയറിയിരിക്കുന്നത് 268.34 ആണ്. അത് 17,000 റാങ്ക് വരെ കയറിയിട്ടുണ്ട്. ഇത്രയും മനസ്സിലായി. നീസെറ്റിൽ 266, ദ മുസ്ലിം 263, മുസ്ലിമിൽ ലാസ്റ്റ് കയറിയിരിക്കുന്നത് 251 ആണ്. SC-കാരയിൽ 245 വരെ പോയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ EZ-ൽ ലാസ്റ്റ് 250 വരെ റാങ്ക് നിങ്ങൾ ഏകദേശം നോക്കിക്കോളൂ. 29,000. അതേപോലെ SC-കാരയിൽ ഏകദേശം 32,000 വരെ പോയിട്ടുണ്ട്. ഏത് കോളേജിൽ? അൽഫോൺസ കോളേജ്. അപ്പം നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ അനന്തപുരി കോളേജ് ഓഫ് നഴ്സിംഗ് തിരുവനന്തപുരത്താണ് നോക്കുന്നത്. ഓക്കെ, അതിലിപ്പോൾ നോക്കുമ്പോൾ അവിടെ ഇത്രയും കൂടി ടൈറ്റ് കോമ്പറ്റീഷനാണ്. അവിടെ ഫസ്റ്റ് സ്റ്റേറ്റ് മെറിറ്റിൽ കയറിയിരിക്കുന്നത് 298 ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ് മെറിറ്റ് 298, 1585 ആണ് റാങ്ക് കയറിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ സ്റ്റേറ്റ് മെറിറ്റിൽ അത്യാവശ്യം സീറ്റുകളുണ്ട്. സ്റ്റേറ്റ് മെറിറ്റിൽ അവിടെ ലാസ്റ്റ് കയറിയിരിക്കുന്നത് 290. അപ്പോൾ ഇത് ഏകദേശം ഒരു ടൈറ്റ് കോമ്പറ്റീഷനിലെ കോളേജാണ്. ഇത്രയും സ്കോറിലൊക്കെ ആ കോളേജിൽ കിട്ടുന്നുണ്ടാവുള്ളൂ. ഇനി EZ നോക്കുമ്പോൾ 290, EZ ലാസ്റ്റ് കയറിയിരിക്കുന്നത് ഇതാ 285 വരെ പോയിക്കണം. മുസ്ലിം MU ആണെങ്കിൽ 275.83 വരെ കയറിയിരിക്കണം. SC-കാർ 13,544, DV 17,919 വരെ കയറിയിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കണം. ഇനി BH പറയുന്ന ബാക്ക്വേർഡ് ഹിന്ദു ക്ലാസ്സസ് ആണ്. ഇനി അതിലിങ്ങനെ നോക്കുകയാണ്. ഓക്കെ, സ്റ്റേറ്റ് മെറിറ്റ് ലാസ്റ്റ് കയറി നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കണം. ഓക്കെ, ഈ കോളേജിന് മനസ്സിലായില്ല. അപ്പോൾ അടുത്ത് നമ്മൾ നോക്കുന്നത് അഹല്യ കോളേജ് ഓഫ് നഴ്സിംഗ് പാലക്കാടാണ്. നിങ്ങൾ ഏത് കോളേജാണ് നോക്കുന്നത് വെച്ചാൽ ആ കോളേജിൻ്റെ നിങ്ങൾക്ക് കറക്റ്റ് വീഡിയോ കണ്ടാൽ മതി. ഇനി അതിൽ നോക്കുമ്പോൾ സ്റ്റേറ്റ് മെറിറ്റിൽ ഫസ്റ്റ് കയറിയിരിക്കണം. കമ്പാരിറ്റീവ്ലി നേരത്തെ കാണിച്ച കോളേജിനെക്കാട്ടിയും കുറച്ചും കൂടി ഒരു ലൂസ് ആയിട്ടുള്ള കോമ്പറ്റീഷനാണ്. 291 സ്റ്റേറ്റ് മെറിറ്റിൽ ഫസ്റ്റ് കയറിയിരിക്കുന്നത്. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ കയറിയിരിക്കണം. അലോട്ട്മെൻറ്റ് നോക്കുക, കാരണം നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ സീറ്റ് കിട്ടിയില്ല ആ ടൈം ടെൻഷൻ ആവണ്ട. കാരണം നിങ്ങൾക്ക് ഫസ്റ്റിലേ കിട്ടിയെന്ന് വരില്ല, സെക്കൻഡ് തേർഡ് വരെ വെയിറ്റ് ചെയ്യാമല്ലോ. ഇതിൽ നോക്കിയൊക്കെ എത്രയോ അലോട്ട്മെൻറ്റ്സ് നടന്നിക്കണം. ഓക്കെ, സ്റ്റേറ്റ് മെറിറ്റിൽ ലാസ്റ്റ് കയറിയിരിക്കുന്നത് 285 ആണ്. ഇനി മുസ്ലിംസിൻ്റെ ലാസ്റ്റ് കയറിയിരിക്കുന്നത് ഇതാ 284, EZ-ൽ ലാസ്റ്റ് 284, LC-യിൽ ലാസ്റ്റ് 284, PH-ൽ 280, BX-ൽ 271, KU 259, KN 249. നിങ്ങൾ റാങ്ക് ശ്രദ്ധിച്ചോളൂ. സ്റ്റേറ്റ് മെറിറ്റ് ലാസ്റ്റ് 7,706, MU-ൽ ലാസ്റ്റ് 7,797. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. നിങ്ങളിതിൽ നിങ്ങളുടെ ഇൻഡെക്സ് സ്കോറും ഇനി നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ വൈകാതെ തന്നെ നിങ്ങളുടെ 28ന് കറക്ഷനൊക്കെ കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. അപ്പോൾ റാങ്ക് കറക്റ്റ് കണ്ടിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ കോളേജിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ഒരു അലോട്ട്മെൻറ്റ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ അൽഷിഫ കോളേജ് ഓഫ് നഴ്സിംഗ് പെരിന്തൽമണ്ണ മലപ്പുറത്തിലെ കോളേജാണ്. ഓക്കെ, ഇനി അതിൽ നോക്കുമ്പോൾ സ്റ്റേറ്റ് മെറിറ്റിൽ ഇത്രയും കൂടി ടൈറ്റ് കോമ്പറ്റീഷനാണ്. 299 പോയിൻ്റാണ് റാങ്ക് പറയുന്നത് 1001. ഓക്കെ, 298 സ്റ്റേറ്റ് മെറിറ്റ് ലാസ്റ്റ് കയറിയിരിക്കണം. നിങ്ങളതിനെ നോക്ക്, സ്റ്റേറ്റ് മെറിറ്റ് ലാസ്റ്റ്. ഓക്കെ, 293.34 അഥവാ 3706 ആണ്. പിന്നെ ഇതാ MU ലാസ്റ്റ് 292 ആണ്. പിന്നെ ഇതാ EZ ഉണ്ട്, BH ഉണ്ട്, SC-കാർ ഇതാ നിങ്ങൾക്ക് എല്ലാവരും കാണാം
നിങ്ങൾ തന്നെ പോസ് ചെയ്തിട്ട് നോക്കിക്കോളൂ. SC ലാസ്റ്റ് 274.17 അല്ല, SC ലാസ്റ്റ് 263.3 ആണ്. ST കാർക്ക് 235 വരെ പോയിട്ടുണ്ട്. അപ്പോൾ ST കാർ ആരെങ്കിലും BSc നഴ്സിംഗിന് വേണ്ടി വെയിറ്റ് ചെയ്യണമെങ്കിൽ ഇതിൽ ഏകദേശം നോക്കിക്കോളൂ 235.8 വരെ അത്യാവശ്യം ലോ ആയിട്ടാണ് ഇൻഡെക്സ് മാർക്ക് ഇവിടെ കയറിയിട്ടുള്ളത്. പക്ഷേ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ കയറിക്കണം. അതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് പോയിന്റ്. അധികം വെയിറ്റ് ചെയ്യേണ്ട വന്നിട്ടില്ല. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റാങ്ക് നോക്കുമ്പോൾ 38,300 ആ റാങ്കിലാണ് കയറിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കുക. SC ആവുമ്പോൾ 20,903 കയറിയിരിക്കണം. ഓക്കെ, ഇത് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കണേ. ഇത് ഏകദേശം അഹല്യ അൽഷിഫ കോളേജ് ഓഫ് നഴ്സിംഗ് ആണ്, പെരിന്തൽമണ്ണ. ഇനി അടുത്ത് അസിസി കോളേജ് ഓഫ് നഴ്സിംഗ്, കോട്ടയത്തിലെ അസിസി കോളേജിൻ്റെയാണ് നമ്മൾ നോക്കുന്നത്. അതിൽ നോക്കുമ്പോൾ സ്റ്റേറ്റ് മെറിറ്റിൽ ഫസ്റ്റ് കയറിയിരിക്കുന്നത് 292 ആണ്. അത് ഏകദേശം 4,200. 292 നിങ്ങൾ തന്നെ നോക്കിക്കോളൂ. സ്റ്റേറ്റ് മെറിറ്റ് ലാസ്റ്റ് കയറിയിരിക്കുന്നത് 276 വരെ കയറിയിരിക്കുന്നത്. BH 273, MU നോക്കുമ്പോൾ 269, LC എന്ന് വെച്ചാൽ LC കാത്തോലിക് ആണ്, അത് 262, പിന്നെ ST 234. ST കാർക്ക് അത്യാവശ്യം സ്കോർ കുറവാണ്, SC കാർക്കും കുറവാണ്. MU കമ്പാരിറ്റീവ്ലി ഇതിൽ നോക്കുമ്പോൾ 269.16 വരെ കയറിയിരിക്കും. പക്ഷേ അലോട്ട്മെൻറ്റ് നിങ്ങൾ ശ്രദ്ധിക്കണം, 10ാമത്തെ അലോട്ട്മെൻറ്റാണ്. നിങ്ങൾ അത്യാവശ്യം വെയിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ കൂടും. പക്ഷേ അത് നമുക്ക് LBSൻ്റെ കാര്യമായതുകൊണ്ട് കറക്റ്റ് വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾ റാങ്ക് ലിസ്റ്റ് കറക്റ്റ് നോക്കുക. നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ഏകദേശം ഇതിലുള്ള റാങ്ക് ഉണ്ടോ എന്നാൽ നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും. ഓക്കെ, അടുത്ത കോളേജ് നോക്കാൻ പോകുന്നത് ശ്രീ ആഞ്ജനേയ കോളേജ് ഓഫ് നഴ്സിംഗ്, മൊടക്കല്ലൂരാണ്. ഓക്കെ, അതിൽ നമ്മൾ നോക്കുമ്പോൾ സ്റ്റേറ്റ് മെറിറ്റിൽ ഫസ്റ്റ് കയറിയിരിക്കും 297 പോയിൻറ്റ്. 1804 ടൈറ്റ് കോമ്പറ്റീഷൻ തന്നെ ഉണ്ടാവുന്നത്. സ്റ്റേറ്റ് മെറിറ്റ് ഫസ്റ്റ് കയറിയത് അതാ. സ്റ്റേറ്റ് മെറിറ്റ് ലാസ്റ്റ് കയറിയിരിക്കണം. നിങ്ങളുടെ സ്കോർ ഇതിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം പിന്നെ ഒരു ധൈര്യത്തിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത്രയും കാണിച്ചു തരുന്നത്. സ്റ്റേറ്റ് മെറിറ്റ് ലാസ്റ്റ് കയറിയിരിക്കണം 289 ആണ്. ഓക്കെ, MU ലാസ്റ്റ് കയറിയിരിക്കണം 287. ഓക്കെ, സ്റ്റേറ്റ് മെറിറ്റ് ഇതിൽ 255 വരെ പോയിരിക്കണം. കാരണം 90, കാരണം ലാസ്റ്റിലേക്ക് വെച്ചിട്ട് കുറേ സീറ്റ്സ് ആഡ് ചെയ്തിരുന്നു. 3 അലോട്ട്മെൻറ്റ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട, കാരണം ലാസ്റ്റ് വെച്ചിട്ട് കുറേ സീറ്റുകൾ ആഡ് ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും സീറ്റുകൾ എക്സ്ട്രാ കാണിക്കുന്നത്. അതാണ് 19th അലോട്ട്മെൻറ്റ് വരെയൊക്കെ കാണിക്കണം. അതിൽ സ്റ്റേറ്റ് മെറിറ്റ് ഏകദേശം 255 വരെ പോയിക്കണം. ST കാർ 227 പോയിക്കണം. ഓക്കെ, നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഓക്കെ, ഞാൻ നോക്കുന്നത് അടുത്ത കോളേജ് AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് കോളേജ് ഓഫ് നഴ്സിംഗ്, കണ്ണൂരിലെ കോളേജാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അതിൽ നോക്കുക. ഫസ്റ്റ് സ്റ്റേറ്റ് മെറിറ്റിൽ കയറിയിരിക്കുന്നത് 295 പോയിൻ്റാണ്. 2544 അവിടെ കയറിയിരിക്കുന്ന റാങ്ക്. ഇതിലിങ്ങനെ നോക്കുമ്പോൾ സ്റ്റേറ്റ് മെറിറ്റ് ലാസ്റ്റ് കയറിയിരിക്കുന്നത് സ്റ്റേറ്റ് മെറിറ്റ് 288.33. ഇനി MU നോക്കുകയാണെങ്കിൽ 270 കയറിയിരിക്കണം. SC കാർ ഏകദേശം 257.49, ST കാർ 243.33 വരെ കയറിയിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളിതിൽ ഇൻഡെക്സ് സ്കോർ നോക്കുന്നതിനെക്കാട്ടും കൂടുതൽ നിങ്ങളുടെ റാങ്ക് നോക്കാൻ നിൽക്കുക. കാരണം ഇൻഡെക്സ് സ്കോർ ഡിപ്പെൻഡൻ്റ് ആണ്. പിന്നെ ഓരോ ഇയർ എത്ര അപ്ലിക്കൻസ് ഉണ്ടോ അതിനനുസരിച്ചിട്ട് റാങ്ക് വരിക. ഈ റാങ്ക് എന്താ വെച്ചാൽ അത്രയും സീറ്റ്സ് ഓരോ കോളേജിൽ ഇത്ര ലിമിറ്റഡ് സീറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കണം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇന്ന കോളേജിൽ എന്ത് ഡൗട്ട്സ് ആണെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. അടുത്ത് നമ്മൾ നോക്കണേ ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗ്, ആലപ്പുഴ. ഗവൺമെൻറ് കോളേജസ് ആണ്. അപ്പോൾ അതിനെ കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം ടൈറ്റ് കോമ്പറ്റീഷൻ ഉണ്ടാകും. ഇൻഡെക്സ് സ്കോർ 300 ആണ് ഫസ്റ്റ് കയറിയിരിക്കുന്നത്. സ്റ്റേറ്റ് മെറിറ്റിൽ റാങ്ക് വന്നിട്ട് 22. ഓക്കെ, സ്റ്റേറ്റ് മെറിറ്റ് ലാസ്റ്റ് കയറിയത് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റ് മെറിറ്റ് ലാസ്റ്റ് 298 പോയിൻ്റാണ്. ഇത് പല കോളേജിൻ്റെ ഫസ്റ്റ് കയറുന്ന അലോട്ട്മെൻറ്റ് മാർക്കാണ് ഇവിടെ ലാസ്റ്റ് കയറിയിരിക്കുന്നത്. 292 ആണ്. MU നോക്കുമ്പോൾ 298, MU ലാസ്റ്റ് കയറിയിരിക്കുന്നത് 298 ആണ്. ഓക്കെ, അത്യാവശ്യം LC കയറിയത് SC കാർ SC ലാസ്റ്റ് കയറിയിരിക്കുന്നത് 286 പോയിൻ്റാണ്. ST കാർ 256, ST കാർ 252.5. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഇത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജാണ്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഫ്രണ്ട്സോ അല്ലെങ്കിൽ നിങ്ങളുടെ ആരും ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് അവിടുത്തെ കഴിഞ്ഞ ഇയറിൻ്റെ കട്ട് ഓഫ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ റാങ്ക് നോക്കിയിട്ട് കറക്റ്റ് ചെയ്യാം. ഓക്കെ, ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആയതുകൊണ്ടാണ് ഇത്രയും ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ വരുന്നത്. ഇനി അടുത്ത ഗവൺമെൻറ് കോളേജ് നമ്മൾ നേരത്തെ നോക്കി ആലപ്പുഴയാണ്. ഇനി കണ്ണൂരത്തെ കോളേജ് നോക്കാം. ഓക്കെ, കണ്ണൂരും അതേപോലെ തന്നെ 300 ആണ് ഫസ്റ്റ് കയറിയിരിക്കുന്നത് സ്റ്റേറ്റ് മെറിറ്റിൻ്റെ. ഓക്കെ, പക്ഷേ ഇതിൽ കമ്പാരിറ്റീവ് നോക്കേണ്ടത് വെച്ചാൽ അവിടെ സ്റ്റേറ്റ് മെറിറ്റ് 300 വന്നത് 22nd റാങ്ക് ആയിരുന്നു. ഇവിടെ 461. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുകയെന്ന് വെച്ചാൽ 300 തന്നെ അത്യാവശ്യം കുട്ടികൾക്കുണ്ട്. ഇത് ഈ 300 കുട്ടി 461 റാങ്കിൽ വന്നിരിക്കുന്നത്. അവിടെ 300 കുട്ടി 22nd റാങ്കിൽ വന്നിരിക്കണം. ഓക്കെ, ഇത്ര സ്റ്റേറ്റ് മെറിറ്റിൽ അത്യാവശ്യമുണ്ട്. സ്റ്റേറ്റ് മെറിറ്റിൽ 290 കഴിഞ്ഞതിൽ സ്റ്റേറ്റ് മെറിറ്റ് ഇനിയും പോകുന്നുണ്ട്. സ്റ്റേറ്റ് മെറിറ്റ് ഏകദേശം 299.17. പക്ഷേ കഴിഞ്ഞതിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ 298 വരെ പോയിക്കണം. ഓക്കെ, അടുത്ത MU 298 ആണ് കാണിക്കുന്നത്. SC കാരത് കാണിക്കുമ്പോൾ SC 284.9. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ കഴിഞ്ഞ ഇതിൽ സ്റ്റേറ്റ് മെറിറ്റ് 284 പോകുമ്പോൾ ഇവിടെ SC കാരാണ് 284. അപ്പോൾ അത്രയും ഗവൺമെൻറ് കോളേജിൽ അത്യാവശ്യം ടൈറ്റ് കോമ്പറ്റീഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ,
ഇനി ഇത് കണ്ണൂരത്തെയാണ് നമ്മൾ നോക്കിയത്. ഇനി അടുത്ത അസംഷൻ കോളേജ് ഓഫ് നഴ്സിംഗ് സുൽത്താൻ ബത്തേരി വയനാട്. ഓക്കെ, സുൽത്താൻ ബത്തേരി കോളേജാണ്. അവിടെ നോക്കുമ്പോൾ ഇതാ സ്റ്റേറ്റ് മെറിറ്റിൽ ഫസ്റ്റ് കയറിക്കണേ 290, അവിടുത്തെ റാങ്ക് വരുന്നത് 5111 ഇത് അത്യാവശ്യം പോകുന്നുണ്ട്. സ്റ്റേറ്റ് മെറിറ്റ് ലാസ്റ്റ് കയറിക്കണേ 280.84 ആണ്. MU 274.17, SC 257 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി വിചാരിക്കണം. എല്ലാ വീഡിയോ കൂടി ഞാൻ ഒന്നിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, പാർട്ട് 2 ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ട് വിചാരിക്കണേ. എന്ത് അപ്ഡേഷൻസ് ഞാൻ അപ്പോൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇത് ഹെൽപ്ഫുൾ ആണെങ്കിൽ എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഹെൽപ്ഫുൾ ആയി എന്ന് പറയുക. ഓക്കെ, താങ്ക് യു. ഇനി സെക്കൻഡ് പാർട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ എല്ലാവരും